Hello, it's me Anas Abdullah sir. Xylemത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന റിവ്യൂ ഓഫ് പൈത്തൺ ആണ്. റിവ്യൂ ഓഫ് പൈത്തന്റെ MCQs ആണ്. നമ്മൾ റിവ്യൂ ഓഫ് പൈത്തൺ നമ്മൾ രണ്ട് പാർട്ടിലായിട്ട് എല്ലാം പഠിച്ച് സെറ്റ് ആക്കി വെച്ചേക്കുവാണ്. നമ്മൾ ആപ്പിലും അഗ്നി ബാച്ചിലാണെങ്കിൽ ആപ്പിലും പിന്നെ അല്ലാതാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഒരു റിവിഷൻ പോലെ എല്ലാം സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് ഫസ്റ്റ് MCQs ഡിസ്കസ് ചെയ്യണം കേട്ടോ. MCQs നിങ്ങൾക്ക് അറിയാം. MCQസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ CBSE ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ ഏകദേശം 18ഓളം മാർക്കിന് എന്താണ് MCQs ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, ക്ലിയർ? നമുക്ക് കൂടുതൽ മുഖവരിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് എ വാലിഡ് ഐഡന്റിഫയർ ഇൻ പൈത്തൺ. പൈത്തണിലാണെങ്കിൽ ഇതിനകത്ത് കൂട്ടത്തിലാണ് ഇതിനകത്ത് ഏതാണ് വാലിഡ് ഐഡന്റിഫയർ അല്ലാത്തത്? ഓക്കെ, നോക്കാം. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്, ഓപ്ഷൻ ഡി ഉണ്ട്, ഇല്ലയോ? അപ്പൊ ഇതിനകത്ത് വാലിഡ് ഐഡന്റിഫയർ അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. കാരണം എന്താണ്? റീസൺ എന്താണ്? റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് എന്തൊക്കെയാണ്? നമുക്ക് എന്താണ് ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ കോമ്പിനേഷൻ ആയിരിക്കണം? ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആയിരിക്കണം. പിന്നെയാണെങ്കിൽ സിമ്പിൾസ് ഉണ്ട്, സ്പെഷ്യൽ സിമ്പിൾസുകൾ. ഓക്കെ, അപ്പൊ സ്പെഷ്യൽ സിമ്പിൾസുകളൊക്കെ ഉണ്ട്. ആ സ്പെഷ്യൽ സിമ്പിൾസിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം എന്ത്? ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഐഡന്റിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ ഈ ഒരു ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് ഉണ്ട്. ചുമ്മാ നമുക്കൊരു പേര് കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഐഡന്റിഫയർ നെയിം കൊടുക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് റൂൾസുകളുണ്ട്. ഫസ്റ്റ് ലെറ്റർ എപ്പോഴും എന്തായിരിക്കണം? ഒന്നെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ആണെങ്കിൽ ഒന്നെങ്കിൽ എല്ലാം എപ്പോഴും എന്തായിരിക്കണം? ഒന്നെങ്കിൽ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം കേട്ടോ. അത് മസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ലെറ്റർ ആണെങ്കിൽ ഒന്നെങ്കിൽ എന്തായിരിക്കണം? അണ്ടർസ്കോറോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ ആയിരിക്കണം. അതിൽ മാറ്റമില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ പറയുന്നതാണ്, ഫസ്റ്റ് ലെറ്റർ ആണെങ്കിൽ ഒരിക്കലും ഫസ്റ്റ് വരുന്നത് ഒരിക്കലും എന്താണ്? നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് ഒരിക്കലും നമ്പേഴ്സ് വരാൻ പാടില്ല. ഫസ്റ്റ് നമ്പേഴ്സ് ഒന്നായിരിക്കും നമ്മുടെ വേരിയബിൾ തെറ്റായിരിക്കും കേട്ടോ. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഒരിക്കലും നമ്പേഴ്സ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ഇവിടെ വന്നേക്കുന്നത്? ഈ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് ഇവിടെ ഒന്നെന്ന് പറയുന്നതാണ് നമ്പർ ആണല്ലോ. ആ നമ്പർ ഫസ്റ്റ് വന്നല്ലോ. അതുകൊണ്ടാണ് എന്ത്? നമ്മൾ ഇത് ഒരു വേരിയബിൾ അല്ല എന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ വരുവാണ്, അതായത് ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തേക്കുവാണ്. ഇപ്പം അണ്ടർസ്കോർ എന്നാണ്, അണ്ടർസ്കോർ ഫസ്റ്റ് എന്ന് വരുവാണ്. എന്താണ് ഇത്? ശരിയാണോ? നിങ്ങൾ തന്നെ പറ, ഇത് ശരിയാണോ? ശരിയാണ്. കാര്യം എന്താണ്? ഇതിന് ഇത് അണ്ടർസ്കോർ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കേട്ടോ. അത് മാറിപ്പോരട്ടോ. അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അതുകൊണ്ടാണ് അതൊരു വേരിയബിൾ ആണ്. നമ്മൾ നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് എന്താണ്? ഒരിക്കലും വേരിയബിൾസ് ആയിരിക്കത്തില്ല. ക്ലിയർ? ഓക്കെ. പിന്നെ ആണെങ്കിൽ ഇടയ്ക്ക് എന്താണ്? നമുക്ക് ഒരു ഐഡന്റിഫയർ ഇടയ്ക്കാണെങ്കിൽ ഒരിക്കലും സ്പേസോ അല്ലെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസോ ഒന്നും വരാൻ പാടില്ല. അതൊക്കെയാണ് റൂൾസ് ഓഫ് ഐഡന്റിഫയേഴ്സ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ്? പ്രിന്റ് 500 പ്ലസ് 700. പ്രിന്റ് ഡബിൾ കോഡ്സിൽ, ഞാൻ വീണ്ടും പറയാം, ഡബിൾ കോഡ്സിലാണെങ്കിൽ എന്താണ്? 500 പ്ലസ് 700 എന്തായിരിക്കും? നോക്കാം. ഇതെന്താണ്? ഈ ഡബിൾ കോഡ്സിൽ കൊടുക്കുന്നത് എന്തുമായിരിക്കും? ഡബിൾ കോഡ്സിൽ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിലെ കൊടുക്കുന്നത് എന്തുമായിരിക്കും? ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെ ആണെങ്കിൽ ഡബിൾ കോഡ്സിലോ അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിലോ കൊടുക്കുന്നത് എന്തുമായിരിക്കും? അതൊരു സ്ട്രിങ് ആയിരിക്കും. അപ്പൊ ഈ 500 പ്ലസ് എന്താണ്? 500 പ്ലസ് 700 എന്നാണ് പറഞ്ഞ എന്തുമായിരിക്കും? ഈ പ്ലസിന് അവിടെ മീനിങ് അഡിഷൻ എന്നാണോ? അല്ല, അവിടെ അഡിഷൻ എന്നല്ല അവിടെ മീനിങ് എന്ന് പറഞ്ഞാല് അത് സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആണ്. അതായത് രണ്ട് സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് അവിടെ പ്ലസ് ആക്ട് ചെയ്യുന്നത് കേട്ടോ. രണ്ട് സ്ട്രിങ്ങുകളെ ആണെങ്കിൽ ജോയിൻ ചെയ്യിക്കാൻ എന്ത് ഉപയോഗിക്കുന്നത്? അവിടെ പ്ലസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ? അപ്പൊ ഇവിടെ ആണെങ്കിൽ 500 പ്ലസ് 700 എന്ന് പറഞ്ഞാൽ അവിടെ എന്തുമായിരിക്കും ഔട്ട്പുട്ട്? ഈ 500 700. അതായത് ഇത് ഒരു സ്ട്രിങ്, ഇതൊരു സ്ട്രിങ്. അപ്പൊ ഇതിനെ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന എന്ത്? ഈ പറഞ്ഞിട്ടുള്ള പ്ലസ് ഓപ്പറേറ്റർ കേട്ടോ. ക്ലിയർ? അത് അപ്പൊ ഓപ്ഷൻ എന്തുമായിരിക്കും? ഓപ്ഷൻ സി വരും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമോങ് ദി ഫോളോയിങ് ഈസ് എ മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്സ് ഇൻ പൈത്തൺ? ഏതൊക്കെയാണ് മ്യൂട്ടബിൾ ഡേറ്റ ടൈപ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നമുക്ക് പറയാം. മ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം MCQൽ വരുന്ന നിങ്ങളുടെ റിവ്യൂ ഓഫ് പൈത്തൺ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഏകദേശം ഒരു 15 മാർക്കോളം MCQs വരാറുണ്ട്. അത് മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ ലിസ്റ്റ്, ഡിക്ഷണറി, സെറ്റ്, ഇതൊക്കെ എന്തുവാണ്?
മ്യൂട്ടബിൾ എന്നാണ്. മ്യൂട്ടബിളിന് എക്സാമ്പിൾസ് ആണ്. മ്യൂട്ടബിളിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ. മ്യൂട്ടബിളിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. പിന്നെ ആണെങ്കിൽ ഇമ്മ്യൂട്ടബിളിനാണെങ്കിലോ ഇമ്മ്യൂട്ടബിൾ ഡെറിവേറ്റീവ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇൻഡ്, ബാക്കിയല്ല ഇൻഡ്, ഫ്ലോട്ട്, ദെൻ കോംപ്ലക്സ് എന്നാണ് കോംപ്ലക്സ്, ദെൻ ബൂൾ, ദെൻ സ്ട്രിങ്, ദെൻ ടുപ്പിൾ. ക്ലിയർ? ഇത്രയാണിത് ടുപ്പിൾ കേട്ടോ. ഇത്രയാണിത് നമുക്ക് ഇമ്മ്യൂട്ടബിൾ. ഇതാണ് ഇമ്മ്യൂട്ടബിളിന് എക്സാമ്പിൾസ് ആണ്. ഇമ്മ്യൂട്ടബിളിന് എക്സാമ്പിൾസ്. ക്ലിയർ? ഇമ്മ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആണ് ഇൻഡ്, ഫ്ലോട്ട്, കോംപ്ലക്സ്, ബൂള്, സ്ട്രിങ്, ടുപ്പിൾ കേട്ടോ. അപ്പൊ നോക്കാം മ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഒക്കെയാണ്. ലിസ്റ്റ് ഉണ്ട്, ഡിക്ഷണറി ഉണ്ട്, സെറ്റ് ഉണ്ട് ഇല്ലയോ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ മ്യൂട്ടബിൾ ഡെറിവേറ്റീവ് ഇതിനകത്ത് എന്തേ ഉള്ളു? ഇതിനകത്ത് നോക്കോളാം. സ്ട്രിങ് മ്യൂട്ടബിൾ ആണോ? അല്ല, ഇമ്മ്യൂട്ടബിൾ ആണ്. ട്യൂപ്പിൾ മ്യൂട്ടബിൾ ആണോ? അല്ല, ഇമ്മ്യൂട്ടബിൾ ആണ്. ലിസ്റ്റ് മ്യൂട്ടബിൾ ആണോ? ലിസ്റ്റ് മ്യൂട്ടബിൾ ആണല്ലോ. ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി. ഇൻഡ് ആണെങ്കിൽ എന്തുവായിരിക്കും? ഇൻഡ് മ്യൂട്ടബിൾ ആണോ? അല്ല, ഇമ്മ്യൂട്ടബിൾ ആണല്ലോ. ഓക്കെ, ക്ലിയർ ആയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിന്റെ കഴിഞ്ഞ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി, ലിസ്റ്റ്. മാറിപ്പോവല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സിൻടാക്സ് ഓഫ് ഫോർ ലൂപ്പ്? ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് എന്തുവാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് പറഞ്ഞാൽ അതിന്റെ ജനറൽ ഫോം അല്ലെങ്കിൽ സിൻടാക്സിന്റെ മറ്റൊരു പേരെന്താണ്? ജനറൽ ഫോം അല്ലെങ്കിൽ പൊതുരൂപം എന്നൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മുടെ ഒരു പൈത്തൺ പ്രോഗ്രാമിലാണെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നാണ് ഒരു സിൻടാക്സ് ഉണ്ട്. ആ സിൻടാക്സ് പ്രകാരം എന്ത് ചെയ്യുന്നത്? എല്ലാ പ്രോഗ്രാംസും റൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ ലൂപ്പിലാണെങ്കിൽ എന്തുമായിരിക്കും? അതിനൊരു സിൻടാക്സ് ഉണ്ട്. അത് ഫോളോ ആയിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പൊ ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് എന്താണ്? ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണോ? ഫോർ കൺട്രോൾ വേരിയബിൾ ഓൺ വന്നപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി അതല്ല. അടുത്ത് നോക്കുക. ഫോർ സീക്വൻസ് ഓഫ് ഐറ്റംസ് ഇൻ റേഞ്ച് ഓൺ. വീണ്ടും ഓൺ വന്നിരിക്കുന്നത് അല്ല. പിന്നെ അടുത്ത എന്താണ്? ഫോർ സീക്വൻസ് ഓഫ് ഐറ്റംസ് ഇൻ റേഞ്ച് ഓഫ് വന്നിരിക്കുന്നത് ഒന്നുമല്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അവിടെ എന്തായിരിക്കും? നൺ ഓഫ് ദിസ് ആയിരിക്കും. എന്താണ്? നൺ ഓഫ് ദിസ് ആയിരിക്കും കേട്ടോ. നൺ ഓഫ് ദിസ് ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും ഒരു ഫോർ ലൂപ്പിന്റെ സിൻടാക്സ് എങ്ങനെയായിരിക്കും? നോക്കാലോ. അതായത് ഫോർ കൺട്രോൾ വേരിയബിൾ ഇൻ. ഇതാണ് ഇൻ. അവിടെ ഓണും ഓഫും അല്ല, ഇന്നായിരിക്കും കേട്ടോ. ഇൻ സീക്വൻസ് ഓർ ഐറ്റംസ് ഇൻ റേഞ്ച്. ഓക്കെ. എന്നിട്ടാണെങ്കിൽ ഇതിന്റെ അണ്ടറിൽ എന്തുമായിരിക്കും? ബോഡി ഓഫ് ലൂപ്പ് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. അതവിടെ കൊടുക്കും കേട്ടോ. ക്ലിയർ ആയോ? അതാണ് നമ്മുടെ സിൻടാക്സ് ഓഫ് ഫോർ ലൂപ്പ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻ ഏത് വരും? നൺ ഓഫ് ദിസ്. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇത് ഓപ്ഷൻസ് ഇതാണ് നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ. നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓപ്ഷൻസ് പറഞ്ഞേക്കുന്ന ഒന്നും അല്ല. അതാണ് നൺ ഓഫ് ദിസിന്റെ മീനിങ്. എന്താണ്? ഓപ്ഷൻസ് നമ്മൾ മുകളിൽ കൊടുത്ത ഓപ്ഷൻസിൽ ഒന്നും അല്ല എന്ത് ഈ നൺ ഓഫ് ദിസിന്റെ മീനിങ് കേട്ടോ. നെക്സ്റ്റ് നോക്കുക. കൺസിഡർ ദി ഫോളോയിങ് കോഡ്. ഇവിടെ ഈ ഉണ്ട് കേട്ടോ. കൺസിഡർ ദി ഫോളോയിങ് കോഡ്. നോക്കടാ. ഇഫ് എ ഇസ് ഇക്വൽ ടു 1 പ്രിന്റ് സൺഡേ. if a is equal to 2 print Monday. Okay. else print wrong input. Okay. അങ്ങനെയെങ്കിൽ ഈ ഒരു കോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് കോഡ് ഇഫ് വാല്യൂ ഓഫ് എ ഈസ് 5. എന്താണ്? ഇഫ് വാല്യൂ ഓഫ് എ ഈസ് 5. അതായത് എയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 5 ആണെങ്കിൽ എയുടെ വാല്യൂ 5 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? വളരെ സിമ്പിൾ അല്ലേ? കാരണം എന്താണ്? ഇവിടെ കമ്പയർ ചെയ്താൽ പോരെ അല്ലയോ? ഇവിടെ എ ഇസിക്കൽ ടു 1 ആണെങ്കിൽ അവിടെ നിന്നാണ് സൺഡേ പ്രിന്റ് ചെയ്യും. എ ഇസിക്കൽ 2 ആണെങ്കിൽ അവിടെ നിന്നായിരിക്കും മൺഡേ പ്രിന്റ് ചെയ്യും. ഇതൊന്നും അല്ല, ഈ കണ്ടീഷൻസ് ഒന്നും അല്ല ഇല്ലയോ? നമ്മുടെ എയുടെ വാല്യൂ ഇപ്പൊ 5 ആണെന്ന് വിചാരിക്കുക. 5 ഈക്വൽ ടു 1 കണ്ടീഷൻ ട്രൂ ആണോ? ട്രൂ അല്ല, ഫോൾസ് ആണ്. 5 ഈക്വൽ ടു 2 കണ്ടീഷൻ ട്രൂ ആണോ? ഫോൾസ് ആണ്. അതായത് എൽസിന് മുകളിലുള്ള കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ആണെങ്കിൽ എന്തുമായിരിക്കും? നമ്മുടെ എൽസ് ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. എൽസ് ബ്ലോക്കിൽ എന്തുവാണ്? റോങ് ഇൻപുട്ട്. എന്നാണ് റോങ് ഇൻപുട്ട്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്നതായിരിക്കും? ഓപ്ഷൻ ഡി. എന്താണ്? ഓപ്ഷൻ ഡി. ക്ലിയർ? ഓപ്ഷൻ ഡി അഥവാ റോങ് ഇൻപുട്ട്. എന്നാണ് റോങ് ഇൻപുട്ട്. ക്ലിയർ ആയോ? റോങ് ഇൻപുട്ട് ആവും. എന്നാണ് റോങ് ഇൻപുട്ട് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The process of arranging the array elements in specified order is termed as indexing, slicing, sorting,
ട്രാവേഴ്സിങ്. ഇതാണ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ദ അറേ എലമെന്റ്സ് ഇൻ സ്പെസിഫൈഡ് ഓർഡർ. നമുക്ക് അറേ എലമെന്റ്സിനെ ആണെങ്കിൽ സ്പെസിഫൈഡ് ഓർഡർ, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ആണെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ആ മെത്തേഡിന് വിളിക്കുന്ന പേരെന്താണ്? വളരെ സിമ്പിൾ അല്ലയോ? അറേഞ്ച് ചെയ്യുന്ന വിളിക്കുന്ന പേരെന്താണ്? സോർട്ടിങ്. എന്താണ് സോർട്ടിങ്? എന്തായിരിക്കും? ഓപ്ഷൻ സി വരും. ഓപ്ഷൻ സി അല്ലെ? ഓപ്ഷൻ സി വരും. നമുക്ക് സോർട്ടിങ് എത്ര ടൈപ്സ് ഉണ്ട്? നമുക്ക് ബബിൾ സോർട്ടും ഉണ്ട്, ഇൻസർഷൻ സോർട്ട്, അതാണ് ഇൻസർഷൻ സോർട്ടും ഉണ്ട്, പിന്നെ സെലക്ഷൻ സോർട്ടൊക്കെ ഉണ്ട്, വേറെ കണ്ടീഷൻസ് സോർട്ടിങ് ടെക്നിക്സുകൾ ഒരുപാട് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സിലബസിൽ പറയുന്ന ഐറ്റം എന്താണ്? നമുക്ക് സോർട്ടിംഗ് ടെക്നിക്സ് ആണെങ്കിൽ ബബിൾ സോർട്ടും ഇൻസർഷൻ സോർട്ടും മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ കനോട്ട് ബി യൂസ്ഡ് വിത്ത് സ്ട്രിങ്സ്? വിച്ച് arithmetic operator cannot be used with strings? എന്താണ്? നല്ല ക്വസ്റ്റ്യൻ അല്ലയോ? കാരണം ഇതിനകത്ത് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് കുറെ ഉണ്ടല്ലോ. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, അങ്ങനെ കുറെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഫ്ലോട്ട് ഡിവിഷൻ ഉണ്ട്, പിന്നെ ആണെങ്കിൽ ഡബിൾ സ്റ്റാർ ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഓപ്പറേഷൻസ് എവിടെ ഉണ്ട്? നമുക്ക് അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഇതിനകത്ത് എ ബി സി തന്നപ്പോൾ ഉണ്ട്. ഇതിനകത്ത് ഈ കൊടുത്തേക്കുന്ന അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിലാണെങ്കിൽ സ്ട്രിംഗ് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യാത്ത ഐറ്റം ഏതാണ്? അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഏതാണ്? ഒന്നുമില്ല. കാരണം പ്ലസ് എന്താണ്? പ്ലസ് യൂസ് ചെയ്യല്ലോ. പ്ലസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്ലസ് ആണെങ്കിൽ പ്ലസ് അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിലാണെങ്കിൽ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രിംഗിലാണെങ്കിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കോൺകാറ്റിനേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പിന്നെ ആണെങ്കിൽ സ്റ്റാർ എന്തിനാ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്? അരിത്തമെറ്റിക്കലാണെങ്കിൽ മൾട്ടിപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇവിടെ സ്ട്രിംഗിലാണെങ്കിൽ റെപ്പറ്റീഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം MCQs ആയിട്ട് വരുന്ന കേട്ടോ. ഓക്കെ, ക്ലിയർ? പിന്നെ മൈനസ് സ്ട്രിംഗിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? മൈനസ് ഇല്ലല്ലോ. അപ്പൊ എന്തുമായിരിക്കും? ഓപ്ഷൻസ് എന്തായിരിക്കും? ഓപ്ഷൻ സി വരും. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ വാലിഡ് റിലേഷണൽ ഓപ്പറേറ്റർ ഇൻ പൈത്തൺ? പൈത്തണിലെ വാലിഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? നോക്കാമല്ലോ. അതായത് വാലിഡ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, നോട്ട് ഈക്വൽ ടു ഉണ്ട്. ഇല്ല, ഇത്ര ഉണ്ടല്ലോ. ക്ലിയർ ആയോ? ഇത്ര ഉണ്ടല്ലോ. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അതായത് അപ്പൊ ഇതിനകത്ത് വാലിഡ് ഏതായിരിക്കും? ഓപ്ഷൻ സി. ഈ പ്ലസ് എന്തുവാണ്? പ്ലസ് അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. ഈ ഡബിൾ സ്റ്റാർ എന്തുവാണ്? നമുക്ക് അരിത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ ആണ്. ആൻഡ് എന്തുവാണ്? അത് ലോജിക്കൽ ഓപ്പറേറ്റർ ആണ് കേട്ടോ. ലോജിക്കൽ ഓപ്പറേറ്റർ ആയിരിക്കും. ക്ലിയർ? ലോജിക്കൽ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വാലിഡ് റിലേഷൻ ഓപ്പറേറ്റർ ഏത് മാത്രമേ ഉള്ളൂ? ഗ്രേറ്റർ ദാൻ. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് കോഡ് ഒരെണ്ണം തന്നപ്പോ ഉണ്ട്. x = 1 2 3 4 i in x ഫുൾ കോളൻ പ്രിന്റ് i. എന്തുവായിരിക്കും ഔട്ട്പുട്ട്? കാരണം എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്തേ ഉള്ളായിരിക്കും? എറർ ആയിരിക്കും. അതായത് നമ്മൾ ഫോർ ലൂപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഒന്നെങ്കിൽ അറേ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡെക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഡെക്സ് വാല്യൂസ് ഉള്ളതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അറേ യൂസ് ചെയ്യുന്നത്. ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മളിവിടെ ഇന്റിലാണ് നമ്മൾ ഒരു ഇന്റിജർ വാല്യൂ ഒരിക്കലും എന്താണ് ഐട്രേറ്റ് ചെയ്യത്തില്ല. ഐട്രേറ്റ് ചെയ്ത്. കാരണം ഇതെന്താണ്? ഇതൊരു സ്ട്രിങ് അല്ല. ഏതാണ്? 1 2 3 എന്താണ്? ഒറ്റ വാല്യൂ ആണ്. 1 2 3 എന്ന് എഴുതിക്കഴിഞ്ഞാൽ എന്താണ്? അത് ഒറ്റ വാല്യൂ. നമ്മളിപ്പോ x = 5 എഴുതിയതാണ്, അത് ഒറ്റ വാല്യൂ. x = 512 എഴുതിയ എന്തായിരിക്കും? അത് ഒറ്റ വാല്യൂ. x = 51 എഴുതിയൊക്കെ എന്തായിരിക്കും? അത് ഒറ്റ വാല്യൂ. കാരണം അത് ഒറ്റ വാല്യൂ ആണ്. അപ്പൊ ഇന്റിജർ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഫോർ ലൂപ്പിന്റെ കാര്യമുണ്ടോ? കാരണം നമ്മളിപ്പോ ഒറ്റ വാല്യൂ പ്രിന്റ് ചെയ്യാൻ എന്താണ്? ജസ്റ്റ് x = 123 പ്രിന്റ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട്? അവിടെ 123 ഔട്ട്പുട്ട് ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ? പക്ഷെ അവിടെ ഫോർ ലൂപ്പിന്റെ കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഫോർ ലൂപ്പ് കൊടുത്ത് നമ്മൾ വീണ്ടും ഐട്രേറ്റ് ചെയ്യുന്ന അവിടെ എറർ വരും. പിന്നെ ഇങ്ങനെ ചോദിക്കും. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അതായത്
ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, അതായത് ഇതിന് പകരം, അതായത് x = 123 പകരമാണെങ്കിൽ ഇങ്ങനെ വയ്ക്കുവാണ്, x സിംഗിൾ കോട്സിൽ അല്ലെങ്കിൽ ഡബിൾ കോട്സിലാണെങ്കിൽ 123 കൊടുത്തു, സിംഗിൾ കോട്സിൽ അല്ലെങ്കിൽ ഡബിൾ കോട്സിലാണെങ്കിൽ 123 കൊടുത്തു. ക്ലിയർ? അപ്പോഴാണെങ്കിൽ ഫോർ i in x കൊടുത്തു, പ്രിന്റ് i കൊടുത്തു. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് വളരെ സിമ്പിൾ. കാരണം എന്തായിരിക്കും? 1 2 3 ആയിരിക്കും. കാരണം അതൊരു സ്ട്രിങ് ആണ്. അവിടെ ഇൻഡെക്സ് വാല്യൂസ് 0 1 2 ഉണ്ട്, ഇല്ലയോ? അതായത് നമുക്ക് ഓരോ വാല്യൂസ് എന്താണ് അവിടെ എന്താണ് 1 2 3 എന്ന് പറയുന്നതാണ്, അത് ഓരോ വാല്യൂസ് ആണ്, കേട്ടോ. അതായത് ഫോർ എക്സാമ്പിൾ x = 213, ഇതൊരു ഇന്റിജർ വാല്യൂ ആണ്. x = സിംഗിൾ കോട്സ് 213, അതെന്താണ്? അതൊരു സ്ട്രിങ് ആണ് കേട്ടോ. അപ്പൊ സ്ട്രിങ്ങും ഇന്റിജർ വാല്യൂ തിരിഞ്ഞു പോലെ സ്ട്രിങ് ആണെങ്കിൽ അതിനകത്ത് ആ സിംഗിൾ കോട്സിൽ കൊടുക്കുന്ന എല്ലായിരിക്കും ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതിനെ ഒരിക്കലും നമ്മൾ 213 എന്നല്ല വായിക്കുന്നത്, അതിനെ 2 1 3 എന്നാണ്, 2 1 3 എന്നായിരിക്കും നമ്മളത് റീഡ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ x = 213 അല്ലെങ്കിൽ x = വെറും 213 ആണെങ്കിലോ അവിടെ വായിക്കുന്നത് എന്തുമായിരിക്കും? അവിടെ വായിക്കുന്ന ഒന്നേ ഉള്ളതായിരിക്കും. എന്തുമായിരിക്കും? ആ x = 213. പക്ഷെ x = സിംഗിൾ കോട്സിൽ 213 ആണെങ്കിലോ അവിടെ വായിക്കുന്ന എങ്ങനെയായിരിക്കും? 213. എന്താണ്? 213. സിംഗിൾ കോട്സിൽ നമ്മൾ 213 എഴുതുവാണ്, അപ്പൊ റീഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? 213 കേട്ടോ. അപ്പൊ സിംഗിൾ കോട്സിന്റെയും ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കട്ടോ, പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. നല്ല ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.